ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്ക കൊണ്ട് പലവിധം വെറൈറ്റികൾ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ വേറൊരു പുതിയൊരു വെറൈറ്റി കൂടെ ആയല്ലോ. സംഭവമൊന്നുമല്ല, ചക്കക്കുരുവിൻ്റെ പാട. ഞങ്ങൾ പാട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. ആദ്യം ചക്കക്കുരു എടുത്ത് കാണിക്കുന്നത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ചക്കക്കുരു എടുത്തതിന് ശേഷം അതിൻ്റെ മൂടി പോലിരിക്കുന്ന ഭാഗമില്ലേ, അത് അങ്ങ് മുറിച്ച് മാറ്റണം. നമ്മുടെ കൈകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, മുറിച്ച് അങ്ങ് മാറ്റണം. ഞാനിത് ഓൾറെഡി മുറിച്ച് മാറ്റിയതാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതൊന്ന് മുറിച്ച് മാറ്റണം, കാരണം അത് ആ സൈഡിൽ കയ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കയ്പ് കൂടി ആ കുക്കിങ്ങിനകത്ത് വരും. അപ്പം ഞാനങ്ങനെ അത് മുറിച്ച് മാറ്റി ഇതുപോലെ പീസുകളാക്കിയിട്ടുണ്ട്. ഇത് വൃത്തിയാക്കേണ്ട കഴുകേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ചക്കയ്ക്കകത്താണല്ലോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ ഇങ്ങനെ മുറിച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് ചക്കപ്പാട. ഇതുകൊണ്ട് ചക്ക വറുക്കാനും അതുപോലെ തന്നെ തോരൻ വെക്കാനും ഒക്കെ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ചക്കപ്പാട. സാധാരണ ചക്കയ്ക്ക് കളയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പം ഞാൻ നല്ലതുപോലെ വൃത്തിയാക്കി ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കാം. മസാലപ്പൊടികൾ എന്ന് പറയുമ്പോൾ വലുതായിട്ടൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ അത്യാവശ്യമുള്ള പൊടികൾ തന്നെ മാത്രമേ ഉള്ളൂ. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഒരു പൊടിക്ക് ഉപ്പും, എല്ലാം പൊടിക്ക് മതി. ഒരുപാടിട്ട് കഴിഞ്ഞാൽ ആ എരിവായി അതങ്ങ് കഴിക്കാൻ പറ്റാതായി പോവും. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൈകൊണ്ട് തന്നെ നല്ലപോലെ ഈ പൊടികളെല്ലാം ആ പാടയിലോട്ട് യോജിക്കുന്ന വിധം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്, ആ ഒരു തന്നെ നിന്നോളും. ഓൾറെഡി ഈ പാടയിൽ ഒരു ഈർപ്പം കാണും, ആ ഈർപ്പം പറ്റി അതൊന്ന് എല്ലാത്തിലും ഒന്ന് വ്യാപിച്ച് പിടിച്ചോളും. അങ്ങനെ ചക്കപ്പാട നല്ലപോലെ മസാലയിൽ തേച്ച് പിടിപ്പിച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇത് നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം. നമ്മൾ ഉപ്പേരിയൊക്കെ വറുത്തെടുക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിച്ച് വറുത്ത് കോരിയെടുത്താൽ മതി. അതിനാദ്യം ചട്ടി ചൂടാക്കി ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഒരുവിധം നല്ല രീതിക്ക് ചൂടായി വരണം. അപ്പോൾ ആ ചൂടായി വരുന്ന എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ച നമ്മളുടെ ചക്കക്കുരു പാട അതിലേക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. മൂക്കാത്ത പാകമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഇത് പെട്ടെന്ന് നമുക്ക് വറുത്ത് കിട്ടും, കാരണം ചക്കപ്പാടയ്ക്ക് ചക്കയേക്കാൾ കട്ടി കുറവാണ്, ഒരു ചെറിയൊരു കട്ടിയേ ഉള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും നമുക്ക്. അങ്ങനെ നമ്മുടെ ചക്കപ്പാട നല്ലവണ്ണം വറുത്ത് കോരിയിട്ടുണ്ട്. കണ്ടോ, ആ മസാലയൊക്കെ പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ കളറൊന്ന് നല്ലപോലെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വറുത്ത് കോരി പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എണ്ണ വലിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ക്രിസ്പി ആയിട്ടുള്ള ചക്കപ്പാട വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പാട വറുത്തതാണ്. അതുകൊണ്ട് ഞാൻ കയ്യിലെടുത്ത് ജസ്റ്റ് ഞെക്കിയപ്പോഴേക്ക് തന്നെ അതങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അതുപോലെ ആ ഒരു പരുവം വരെ നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മളുടെ ഉപ്പേരിയൊക്കെ വറുത്തെടുക്കണ പോലെ ആ ഒരു പരുവം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും ടാറ്റാ.